എത്ര രൂപ വേണമെങ്കിലും മുടക്കാം. മാധവന് ഒരു വിവാഹ ജീവിതം ഉണ്ടായി കണ്ടാൽ മാത്രം മതി. നെഞ്ചിലെ നരകേറിയ രോമങ്ങൾ ഒഴിഞ്ഞുകൊണ്ട് മഹേശ്വർ പറഞ്ഞു. വഴിയുണ്ടാക്കാം. എന്താ ഇവിടെ മദ്യസഭ കഴിഞ്ഞില്ലേ? അങ്ങോട്ട് വന്ന മാധവ് തെല്ലു ദേഷ്യത്തോടെ ചോദിച്ചു. മേലെടുത്ത് ആകെയുള്ള ആൺതരിയുടെ ജീവിതം ഇങ്ങനെയാകുമ്പോൾ ഞങ്ങൾക്ക് സമാധാനം വേണ്ടേ? അതിന് കുറച്ച് മദ്യപിച്ചു. അതിനിപ്പോ എന്താ? കുഴച്ചിലോടെ ചെറിയച്ഛൻ ചോദിച്ചപ്പോൾ അയാളുടെ മദ്യത്തിൻ്റെ മണമുള്ള ഉച്ഛ്വാസം അവൻ്റെ മുഖത്തടിച്ചു. മാധവ് നെറ്റിച്ചുളിച്ചു. എൻ്റെ ജീവിതത്തിന് എന്ത് പറ്റിയെന്നാ ചെറിയച്ഛൻ ഈ പറയുന്നത്? മാധവ് ചോദിച്ചു. എളിവില്ലാതെ മോഹൻ എന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും മഹേശ്വർ അയാളെ തടഞ്ഞു. ചെറിയച്ഛൻ ആദികൊണ്ട് പറയുന്നതാ, നീ കാര്യമാക്കണ്ട. ഞങ്ങൾ നിർത്തി. മഹേശ്വർ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു. എന്തിനാ ആദി പിടിക്കുന്നത്? കല്യാണം കഴിച്ചില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ലേ? എക്സ്ട്രാ ടാക്സ് അടയ്ക്കണോ? ഇല്ലല്ലോ. പിന്നെ ഈ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ചോദ്യങ്ങൾക്കുള്ള ഉത്തരമല്ലേ അത്? ഞാൻ പറഞ്ഞോളാം. അതോർത്ത് ആരും കുടിച്ച് നശിക്കണ്ട. ബോധമില്ലാതെ തല കുമ്പിട്ടിരിക്കുന്ന ചെറിയച്ഛനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ തിരിഞ്ഞു നടന്നു. അപ്പോഴും ബോധമില്ലാതെ മോഹൻ എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. ഓപ്പേ, ഓപ്പേ. ബാത്റൂമിൻ്റെ വാതിൽ ഇടതടവില്ലാതെ തട്ടിക്കൊണ്ട് ശിവ വിളിക്കുന്നത് കേട്ട് തീർത്ത ഷവർ നിർത്തി. എന്താടി? മുഖത്തെ വെള്ളം ചൂണ്ടുവിരൽ കൊണ്ട് വടിച്ചു കളഞ്ഞിട്ട് അവൾ ബാത്റൂം ഡോറിനോട് ചേർന്ന് നിന്നു. ഹംസിക്ക വന്നേക്കുന്നു. പുറത്തുനിന്ന് ശിവ വിളിച്ചു പറഞ്ഞു. ഷോ, ഇന്നാണല്ലോ വാടകയും കുടിശ്ശികയും കൊടുക്കാമെന്ന് പറഞ്ഞത്. ഇനി അവധി പറഞ്ഞാൽ ഇക്ക സമ്മതിക്കില്ല. തീർത്ത നെടുവീർപ്പോടെ നെറ്റിയൊഴിഞ്ഞു. ഓപ്പോളേ. അകത്തു നിന്നും ഒച്ചയൊന്നും കേൾക്കാതായപ്പോൾ ശിവ വീണ്ടും വാതിലിൽ തട്ടാൻ തുടങ്ങി. ഇക്കയോട് കയറിയിരിക്കാൻ പറ. ഓപ്പ ഇപ്പ വരാം. അതും പറഞ്ഞുകൊണ്ട് തീർത്ത ദേഹത്ത് പറ്റിയിരുന്ന സോപ്പ് കഴുകിക്കളയാൻ തുടങ്ങി. കുളി കഴിഞ്ഞ് വേഗം ഡ്രസ്സ് മാറി തീർത്ത ഹാളിലേക്ക് വന്നു. ശിവയോട് സംസാരിച്ചുകൊണ്ട് ഹംസിക്ക ഹാളിലുണ്ട്. അവളെ കണ്ടപ്പോൾ അയാൾ വാത്സല്യത്തോടെ ഒന്ന് ചിരിച്ചു. തീർത്ത തിരിച്ചു പുഞ്ചിരിച്ചെങ്കിലും ആ ചിരിക്ക് വലിയ തെളിച്ചമുണ്ടായില്ല. വാടകയുടെ കാര്യം എങ്ങനെ അയാളോട് പറയുമെന്നറിയാതെ അവൾ വല്ലാതെയായി. അവളുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ ഹംസയ്ക്ക് കാര്യം മനസ്സിലായി. ശിവുട്ടി, അപ്പുറത്ത് പോയി കളിച്ചോ. ഇക്ക ഓപ്പോളോടൊന്ന് സംസാരിക്കട്ടെ. ശിവയോട് അയാൾ പറഞ്ഞപ്പോൾ ശിവ ഓപ്പയെ ഒന്ന് നോക്കി. പൊയ്ക്കോളാൻ തീർത്ത കണ്ണുകൊണ്ട് കാണിച്ചപ്പോൾ ശിവ അകത്തേക്ക് പോയി. മോളെ, ഇങ്ങനെയായാൽ പറ്റില്ല. മോൾക്കറിയാലോ, ഇക്കയും വയ്യാത്ത ആ പെണ്ണും ജീവിക്കുന്നത് നിങ്ങൾ തരുന്ന വാടക കൊണ്ടാണ്. ഇപ്പോൾ തന്നെ 3 മാസമായി. അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ 2 മാസത്തെയെങ്കിലും പൈസ തരാൻ നോക്കണം. പറയാൻ വിഷമമുണ്ട്, എന്നാലും പറയുകയാ, അല്ലെങ്കിൽ വീടൊഴിയണം. അവളുടെ മുഖത്ത് നോക്കാതെയാണ് അയാൾ സംസാരിക്കുന്നത്. ഇല്ലക്ക, ഈ മാസം തന്നെ ഫുള്ളും തരാം. സാലറി 2 മാസമായിട്ട് കട്ടിംഗ് ആണ്. അതുകൊണ്ടാ. അവൾ വളരെ ഭവ്യതയോടെ പറഞ്ഞു. ഒന്ന് മൂളിക്കൊണ്ട് ഹംസിക്ക പോവാനിറങ്ങി. അപ്പോഴും അയാളുടെ മുഖം തെളിഞ്ഞിരുന്നില്ല. എന്തു ചെയ്യും? 3 മാസത്തെ റെൻറ്റ് 21,000 രൂപയുണ്ട്. അതെങ്ങനെ കൊടുക്കും? കൂടാതെ വാടകയും വീട്ടുചെലവും ശിവുവിൻ്റെ സ്കൂൾ ഫീസും ആലോചിച്ചിട്ട് ഒരൊത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. തീർത്ത നെടുവീർപ്പിട്ടു. ഹംസിക്ക പോയോ ഓപ്പേ? അങ്ങോട്ട് വന്ന ശിവ ചോദിച്ചു. അവളൊന്ന് മൂളി. ഓപ്പേ, വാടക കൊടുക്കാൻ പൈസയില്ലെങ്കിൽ എൻ്റെ കമ്മൽ കൊടുത്തോ. കഴിഞ്ഞ പിറന്നാളിന് തീർത്ത വാങ്ങിക്കൊടുത്ത കമ്മലിൽ പിടിച്ചുകൊണ്ട് ശിവ പറഞ്ഞു. അതൊന്നും വേണ്ട. വാടക കൊടുത്തു തീർക്കാനുള്ള വഴി ഓപ്പോൾ നോക്കിയിട്ടുണ്ട്. മോള് പോയി റെഡിയാവാൻ നോക്ക്. ശിവയ്ക്ക് സങ്കടമാകാതിരിക്കാൻ അവളുടെ മുൻപിൽ ചിരിച്ചുകൊണ്ട് തീർത്ത അടുക്കളയിലേക്ക് നടന്നു. തനിക്കുമുള്ള ലഞ്ച് പാക്ക് ചെയ്യുമ്പോൾ ഈ മാസം വാടക എങ്ങനെ കൊടുക്കുമെന്നുള്ള ചിന്ത അവളെ വല്ലാതെ അലച്ചു. ഓഫീസിൽ ആരോടെങ്കിലും കടം ചോദിച്ചാൽ 1000-ഓ 2000-ഓ കിട്ടും. പക്ഷേ അതുകൊണ്ടൊന്നും ആകില്ലല്ലോ. കഴിഞ്ഞതിനും മുന്നത്തെ മാസം ശിവയ്ക്കൊരു പനി വന്നതാണ് മുഴുവൻ താളം തെറ്റിച്ചത്. അന്ന് ഹോസ്പിറ്റലിൽ അടക്കാനുള്ള 30,000 രൂപയ്ക്ക് കിട്ടാവുന്നിടത്തുനിന്നെല്ലാം കടം വാങ്ങി. ഇപ്പോഴും ആ കടങ്ങൾ വീട്ടി തീർന്നിട്ടില്ല. ഓരോന്നാലോചിച്ച് സമയം പോയതറിഞ്ഞില്ല. മുടി കെട്ടിക്കൊടുക്കാനായി ശിവ റൂമിൽ നിന്നും വിളിച്ചപ്പോഴാണ് ചിന്തകളിൽ നിന്നും ഉണർന്നത്. ശിവയ്ക്കുള്ള ലഞ്ച് അവളുടെ ബാഗിലും തൻ്റെ ലഞ്ച് തൻ്റെ ബാഗിലും വെച്ചുകൊണ്ട് അവൾ റൂമിലേക്ക് നടന്നു. ഒരു കണക്കിന് റെഡിയായി ശിവയുടെ കൈയും പിടിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് ഓടുമ്പോൾ സ്ഥിരം ശല്യങ്ങൾ അങ്ങിങ്ങായി നിൽക്കുന്നുണ്ട്. തീർത്ത അവരെയൊന്നും ശ്രദ്ധിക്കാതെ ശിവയെയും കൂട്ടി മുന്നോട്ട് നടന്നു. ശിവയെ സ്കൂളിലാക്കി അടുത്ത ബസ് പിടിച്ച് ഓഫീസിലെത്തിയപ്പോഴേക്കും അവളാകെ കിതച്ചു പോയി. എൻ്റെ സ്പേസിൽ വന്നിരുന്ന് ബാഗിൽ നിന്നും വെള്ളമെടുത്ത് ഒരിറുക്ക് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഓഫീസിലെ അവളെ ബെസ്റ്റ് ഫ്രണ്ട് വേണി അങ്ങോട്ട് വന്നത്. നീ എന്താ വൈകിയേ? ടേബിളിൽ ചാരിയിരുന്നു കൊണ്ട് വേണി ചോദിച്ചു. രാവിലെ ഓണർ വന്നിരുന്നു. 3 മാസത്തെ റെൻറ്റ് പെൻഡിങ് ആണ്. അതിനെപ്പറ്റി സംസാരിച്ചു നിന്നപ്പോൾ സമയം വൈകി. തീർത്ത തൻ്റെ സിസ്റ്റം ഓൺ ചെയ്തു. എന്നിട്ട് ഓണർ എന്ത് പറഞ്ഞു? MD വരുന്നുണ്ടോ എന്ന് പാളി നോക്കിക്കൊണ്ട് വേണി ചോദിച്ചു.
ഈ മാസം 2 മാസത്തെയെങ്കിലും കൊടുക്കണം, അല്ലെങ്കിൽ ആ വീട് വിട്ടിറങ്ങേണ്ടി വരും. എന്ത് ചെയ്യണമെന്ന് എത്തും പിടിയും കിട്ടുന്നില്ല. തീർത്ത നിരാശയോടെ അതിലേറെ നിസ്സഹായതയോടെ പറഞ്ഞു. നീ സാലറി ഇൻക്രിമെൻ്റ് കാര്യം പറഞ്ഞിട്ട് എന്തായി? വേണി ചോദിച്ചു. അപ്പോഴേക്കും MD അങ്ങോട്ട് വരുന്നത് കണ്ട് അവളുടെ ഉത്തരം കേൾക്കാൻ നിൽക്കാതെ വേണി തൻ്റെ ക്യാബിനിലേക്ക് വലിഞ്ഞു. MD മോഹൻ തമ്പി തന്നെ കടന്നു പോയപ്പോൾ തീർത്ത ഒന്ന് എഴുന്നേറ്റ് ബഹുമാനം പ്രകടിപ്പിച്ചു. അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അയാൾ തൻ്റെ ക്യാബിനിലേക്ക് പോയി. ഉച്ചവരെ വലിയ കുഴപ്പമില്ലാതെ പോയി. അതിനിടയിൽ അവൾ കിട്ടാവുന്നവരോടെല്ലാം 1000ഉം 2000ഉം ഒക്കെയായി കടം ചോദിച്ചുകൊണ്ടിരുന്നു. ഏകദേശം 10,000 രൂപയോളം ഒപ്പിച്ചു. ഇനിയൊരു 4000 കൂടി കിട്ടിയാൽ 2 മാസത്തെ റെൻറ്റ് കൊടുക്കാം. അവൾക്ക് ആശ്വാസമായി. ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ നേരം തീർത്ത ഒറ്റയ്ക്കായിരുന്നു. സാധാരണ വേണി കൂടെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇന്ന് നാട്ടിൽ നിന്നും അവളുടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കൊപ്പം പുറത്തുപോയാണ് അവൾ ലഞ്ച് കഴിച്ചത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് തിരികെ ഡ്യൂട്ടിക്ക് കയറിയപ്പോഴാണ് സാലറി ഇൻക്രിമെൻ്റ് കൊടുത്ത റിക്വസ്റ്റ് റിജക്റ്റ് ആയി എന്നുള്ള നോട്ടിഫിക്കേഷൻ തീർത്തയ്ക്ക് കിട്ടിയത്. അത് കണ്ടതും അവളാകെ മൂഡ് ഓഫ് ആയി. സാധാരണ 6 മാസം കൂടുമ്പോൾ സാലറി ഇൻക്രീസ് ചെയ്യുന്നതാണ്. ആ ഒരു പ്രതീക്ഷയിലായിരുന്നു അവൾ. 1000 രൂപയെ കൂടുതൽ കിട്ടുള്ളൂ എങ്കിലും ഈ സമയത്ത് അവൾക്കത് ആശ്വാസമായിരുന്നു. എന്തായാലും MDയെ നേരിട്ട് കണ്ട് തൻ്റെ അവസ്ഥ പറയാം എന്ന് കരുതി അവൾ MDയുടെ ക്യാബിനിലേക്ക് നടന്നു. ക്യാബിൻ്റെ ഡോറിൽ തട്ടി അനുവാദം വാങ്ങിക്കൊണ്ട് അവൾ ഉള്ളിലേക്ക് കയറി. ഫോണിൽ ആരോടോ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന മോഹൻ അവളോട് ഇരിക്കാൻ ആംഗ്യം കാണിച്ചു. തീർത്ത MDയുടെ ടേബിളിന് മുൻപിലുള്ള വിസിറ്റേഴ്സ് ചെയറിൽ ഇരുന്നു. എല്ലാവരോടും നല്ല രീതിയിൽ ഇടപെടുന്ന ആളായതുകൊണ്ട് മോഹന് മുൻപിലിരിക്കാൻ അവൾക്ക് മടിയൊന്നും തോന്നിയില്ല. എന്താ തീർത്ത? കോൾ കഴിഞ്ഞതും ഫോൺ മാറ്റി വെച്ചുകൊണ്ട് മോഹൻ ചോദിച്ചു. സാർ, എൻ്റെ ഇൻക്രിമെൻ്റ് റിക്വസ്റ്റ് റിജക്റ്റായി. സങ്കടത്തോടെ അവൾ പറഞ്ഞു. ആ, ഞാൻ ചെക്ക് ചെയ്തപ്പോൾ കഴിഞ്ഞ 2 മാസമായിട്ട് തൻ്റെ വർക്ക് റെക്കോർഡ് അത്ര ശരിയല്ല. ഒരുപാട് ലീവും അതുപോലെ പെൻഡിങ് വർക്ക്സും. അങ്ങനെയുള്ളപ്പോൾ സാലറി ഇൻക്രിമെൻ്റ് ഉണ്ടാവില്ലെന്ന് തീർത്തയ്ക്ക് അറിയില്ലേ? മുൻപോട്ട് ആഞ്ഞിരുന്നു കൊണ്ട് അയാൾ ചോദിച്ചു. അറിയാം സാർ, പക്ഷേ അനിയത്തിക്ക് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നതുകൊണ്ടാണ്. തീർത്ത തൻ്റെ അവസ്ഥ വിശദീകരിച്ചു. എല്ലാം കേട്ടുകഴിഞ്ഞ് മോഹൻ ഒന്ന് അമർത്തി മൂളി. എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ, അയാൾ പറഞ്ഞു. താങ്ക് യു സാർ. ചെറിയൊരു പ്രതീക്ഷയോടെയാണ് അവൾ MD ക്യാബിനിൽ നിന്നും ഇറങ്ങിയത്. തീർത്ത തൻ്റെ സെക്ഷനിലേക്ക് നടക്കുമ്പോൾ എന്തായി എന്ന് വേണി അവളോട് പുരികമുയർത്തി ചോദിച്ചു. പിന്നെ പറയാമെന്ന് ആംഗ്യം കാണിച്ചുകൊണ്ട് അവൾ തൻ്റെ സീറ്റിൽ ചെന്നിരുന്നു. പിന്നെ എത്രയും വേഗം പെൻഡിങ് വർക്ക്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള തിരക്കിലായിരുന്നു തീർത്ത. അതുകൊണ്ട് തന്നെ ടീ ബ്രേക്ക് പോലും എടുത്തില്ല. ടീ ബ്രേക്ക് കഴിഞ്ഞ് തൻ്റെ ക്യാബിനിലേക്ക് പോകുന്ന വഴി വേണി അവൾക്ക് അരികിലെത്തി. എന്താണ് പതിവില്ലാതെ ഇത്ര ആത്മാർത്ഥത? അവളെ കളിയാക്കിക്കൊണ്ട് വേണി ചോദിച്ചു. സാലറി കൂട്ടുന്നതിൻ്റെ കാര്യം മോഹൻ സാർ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വർക്ക് പെൻഡിങ് ഉണ്ടെങ്കിൽ പ്രശ്നമാകും. അതുകൊണ്ടാ. കയ്യിലെ ഞൊട്ട ഒടിച്ചുകൊണ്ട് അവളൊന്ന് മൂരി നിവർത്തി. മോഹൻ സാർ ഏറ്റിട്ടുണ്ടെങ്കിൽ എന്തായാലും നടക്കും, വേണി ഉറപ്പു പറഞ്ഞു. ആ, അത് തന്നെയാ എൻ്റെ പ്രതീക്ഷ. തീർത്ത വീണ്ടും സിസ്റ്റത്തിലേക്ക് മുഖം തിരിച്ചു. അവളെ ശല്യം ചെയ്യേണ്ടെന്ന് കരുതി വേണിയും അവിടെ നിന്ന് പോയി. വർക്കിൽ മുഴുകിയിരിക്കുന്ന തീർത്ത കൃത്യം 5 മണി ആയപ്പോഴേക്കും സിസ്റ്റം ഓഫ് ചെയ്ത് എഴുന്നേറ്റു. പഞ്ച് ഔട്ട് ചെയ്ത് അവൾ വേഗം ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. 3:30-ക്ക് ശിവയുടെ സ്കൂൾ വിടും. പക്ഷേ തീർത്തയുടെ ജോലി കഴിയണമെങ്കിൽ 5 മണിയാകും. അതുകൊണ്ട് ശിവയെ സ്കൂളിനടുത്തുള്ള ട്യൂഷൻ സെൻറ്ററിൽ ആക്കിയിരിക്കുകയാണ്. അവിടെ 5 മണിയാകുമ്പോഴേക്കും വിടും. എങ്കിലും ഓപ്പോൾ വരുന്നത് വരെ ശിവ ട്യൂഷൻ സെൻറ്ററിൽ തന്നെ ഇരിക്കും. അതുകൊണ്ടാണ് തീർത്ത വേണിയോട് പോലും യാത്ര പറയാതെ ഓടിപ്പോകുന്നത്. ധൃതിയിൽ ഓഫീസിൻ്റെ ഗേറ്റ് കടന്നു പോകുന്നത് തീർത്തയെ MD ക്യാബിനിലെ ജനലിലൂടെ മോഹൻ കാണുന്നുണ്ടായിരുന്നു. അവൾ ഉച്ചയ്ക്ക് പറഞ്ഞ കാര്യങ്ങൾ ഓർത്തപ്പോൾ അയാളുടെ ചുടികളിൽ ഗൂഢമായൊരു മന്ദസ്മിതം സ്ഥാനം പിടിച്ചു. ബാങ്കിൽ നിന്നെത്തി ഒന്ന് ഫ്രഷായി ചായ കുടിക്കാൻ ഊണുമുറിയിലെത്തിയ മാധവനെയും കാത്ത് ചിന്നു അവിടെയുണ്ടായിരുന്നു. മാധവനെ കണ്ടപ്പോൾ അവൾ വെളുക്കെ ചിരിച്ചു. ആ ചിരി എന്തെങ്കിലും കാര്യസാധ്യതയ്ക്കുള്ള ചിരിയായതുകൊണ്ട് സംശയത്തോടെയാണ് അവൻ കസേര വലിച്ചിട്ട് അവൾക്ക് അഭിമുഖമായിരുന്നത്. നിനക്കും ചായ വേണോ? മാധവനുള്ള ചായയുമായി വന്ന പാർവതി ചിന്നുവിനെ കണ്ടപ്പോൾ ചോദിച്ചു. വേണ്ട വല്യമ്മേ. അവൾ ചുമൽ കൂച്ചി. ആ. പാർവതി ചായയും അടയും മാധവന് മുൻപിൽ വെച്ചിട്ട് തിരികെ അടുക്കളയിലേക്ക് നടന്നു. ഇന്ന് ഓഫീസിൽ എങ്ങനെയുണ്ടായിരുന്നു? പതിവില്ലാതെയുള്ള ചിന്നുവിൻ്റെ കുശലാന്വേഷണങ്ങൾ കേട്ട് മാധവൻ്റെ സംശയം കടുത്തു. എന്താ കാര്യം? കോളേജിൽ നിന്നും ടൂർ പോകുന്നുണ്ടോ? അതോ ഫ്രണ്ട്സിൻ്റെ കൂടെ സിനിമയ്ക്ക് പോകണോ? വാഴയിലയിൽ നിന്നും നല്ല ചൂടുള്ള അട പൊളിച്ചെടുത്തുകൊണ്ട് അവൻ ചോദിച്ചു. സാധാരണ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കാണ് ചിന്നു അവനെ സോപ്പിടാൻ വരാറുള്ളത്. അവൻ പറഞ്ഞാൽ പിന്നെ മേലെടുത്തുള്ള ആരും തന്നെ എതിര് പറയില്ല. ഏയ്, അതൊന്നുമല്ല, അവൾ പറഞ്ഞു. പിന്നെ ഈ വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം? അവൻ കണ്ണു കൂർപ്പിച്ച് അവളെ നോക്കി. ആർദ്ര വിളിച്ചിട്ട് ഏട്ടൻ എന്താ എടുക്കാതിരുന്നത്? അവൾ ആകെ സങ്കടത്തിലാ. ഏട്ടൻ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് എൻ്റെ മുൻപിൽ വന്നിരുന്ന് കരഞ്ഞു. മുഖം സങ്കടഭാഗം വരുത്തിക്കൊണ്ട് അവൾ പറഞ്ഞു. എടുത്തിട്ടിപ്പോൾ എന്തിനാ? അവൾ പറയുന്ന കാര്യം എന്തായാലും നടക്കാൻ പോകുന്നില്ല.
ഞാൻ ഒരാളെ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ലൈഫ് ലോങ് എൻ്റെ പാർട്ട്ണറായി അയാൾ മാത്രം മതി. അല്ലാതെ അയാൾ മരിക്കുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് രണ്ടാമത് ആർദ്രയെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല. അവൻ ചായ ഒന്ന് സിപ്പ് ചെയ്തു. അവൾക്ക് ഏട്ടനെ അത്രയ്ക്കും ഇഷ്ടമായതുകൊണ്ടല്ലേ അങ്ങനെ ഓരോന്ന് പറയുന്നത്? അവൾക്ക് വേറെ പയ്യനെ കിട്ടാഞ്ഞിട്ടൊന്നുമല്ല ഏട്ടൻ്റെ പിറകെ നടക്കുന്നത്. കോളേജിൽ തന്നെ എത്ര പേരാണെന്ന് അറിയുമോ അവളുടെ പിറകെ നടക്കുന്നത്? മുൻപോട്ട് ആഞ്ഞിരുന്നുകൊണ്ട് ചിന്നു പറഞ്ഞു. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനി ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചയില്ല. മാധവൻ്റെ ശബ്ദം മാറിയപ്പോൾ ഇനി ഇവിടെ ഇരുന്നാൽ മിക്കവാറും അവൻ കൈവയ്ക്കുമെന്ന് തോന്നിയതുകൊണ്ട് ചിന്നു പതിയെ അവിടെ നിന്നും എഴുന്നേറ്റ് ഹാളിലേക്ക് നടന്നു. ഇവർ രണ്ടുപേരുടെയും സംസാരം കേട്ടുകൊണ്ട് മഹേശ്വർ ഹാളിലുണ്ടായിരുന്നു. മകൻ്റെ കല്യാണം കണ്ടിട്ട് കണ്ണടക്കാമെന്നുള്ള പ്രതീക്ഷ ഏകദേശം അയാളിൽ അസ്തമിച്ചിരുന്നു. ഈ കാര്യം തന്നെ അയാൾ മോഹനോട് പറഞ്ഞു. പക്ഷേ മോഹൻ അപ്പോഴും നല്ല പ്രതീക്ഷയിലാണ്. ഏട്ടൻ വിഷമിക്കണ്ട, ഒരാഴ്ച കൊണ്ട് പെണ്ണിനെയൊക്കെ ഞാൻ റെഡിയാക്കാം, തികഞ്ഞ ആത്മവിശ്വാസത്തോടെ അയാൾ പറഞ്ഞു. പെണ്ണ് റെഡിയായാലും അവൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ആർദ്ര വഴി ഈ കാര്യം ഞാൻ ഒന്ന് സൂചിപ്പിച്ചായിരുന്നു. അവളെ അവൻ തല്ലിയില്ലെന്നേയുള്ളൂ. അയാൾ ഒരു പഫ് എടുത്തു. വേറൊരു വഴിയില്ലെങ്കിൽ നമുക്ക് അമ്മയെ കളത്തിലിറക്കാം. അച്ചമ്മ പറഞ്ഞാൽ പിന്നെ അവൻ കേൾക്കാതിരിക്കില്ല, മോഹൻ പറഞ്ഞു. അച്ചമ്മയോടുള്ള അവൻ്റെ സ്നേഹം മുതലെടുക്കാൻ തന്നെ അവർ തീരുമാനിച്ചു. അപ്പോൾ മോനിനി കല്യാണം കഴിക്കുന്നില്ല അല്ലേ? നിത്യബ്രഹ്മചാരി. ബാങ്കിൽ നിന്നും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായി അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ വന്നതായിരുന്നു മാധവും വിഷ്ണുവും. വിഷ്ണു മാധവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. 8ാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ചവർ. അതുകൊണ്ട് തന്നെ മാധവൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് അവൻ. എനിക്ക് ഈ പറയുന്ന ജാതകത്തിലൊന്നും വിശ്വാസമില്ല. അതുപോലെ അന്ധവിശ്വാസമില്ലാത്ത എൻ്റെ മനസ്സിനിണങ്ങിയ ഒരു കുട്ടി വന്നാൽ എന്തായാലും ഞാൻ കല്യാണം കഴിക്കും. വാഷിംഗ് ഏരിയയിലുള്ള മിററിൽ തൻ്റെ മുഖം നോക്കിക്കൊണ്ട് മാധവ് പറഞ്ഞു. നീ അങ്ങനെ പുച്ഛിച്ച് തള്ളിക്കളയുകയൊന്നും വേണ്ട. വലിയേടൻ തിരുമേനിയെപ്പറ്റി നിനക്കറിയാഞ്ഞിട്ടാണ്. പുള്ളി പറഞ്ഞാൽ ഒരു വാക്കുപോലും തെറ്റില്ല. അച്ചട്ടായിരിക്കും. വിഷ്ണു പറഞ്ഞത് കേട്ട് അവൻ്റെ മുഖത്തെ പുച്ഛം ഒന്നുകൂടി കൂടി. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. തല കുടഞ്ഞുകൊണ്ട് വിഷ്ണു പുറത്തേക്ക് പോയി. എൻ്റെ മനസ്സിനിണങ്ങിയ ഒരു പെണ്ണിനെ കിട്ടട്ടെ. ഈ ജാതകവും ദോഷവുമെല്ലാം തട്ടിപ്പാണെന്ന് തെളിയിച്ചു കൊടുക്കാം. മീശ പിരിച്ചു വെച്ചുകൊണ്ട് അവൻ പിറുപിറുത്തു.